നമസ്കാരം. നവീൻ ബാബു കേസ് CBIക്ക് വിട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം വച്ചിട്ടും അവരുടെ ഒരുപാട് കാലത്തെ പരാതി ഇതാ UDF സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. കാര്യം എന്താണ്? ആ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്ന വ്യക്തിയുടെ യാത്രയയപ്പ് ചടങ്ങിനിടെ വന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു വനിതാ നേതാവ് പ്രതികരിച്ചു. ആ ഒരു എലമെന്റ് ഉള്ളത് കൊണ്ടാണ് ഒരു ആത്മഹത്യാ കേസ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ആലോചിച്ചാൽ മതി. വയനാട് IC ബാലകൃഷ്ണൻ എന്ന MLA-ക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്തു. ഈ കോലാഹലങ്ങൾ നിങ്ങൾ കണ്ടോ? എവിടെയെങ്കിലും CBI അന്വേഷണം വേണമെന്ന് കണ്ടോ? ആ കുടുംബം തന്നെ പുറത്തിറങ്ങി എത്രയോ തവണ ഇവർ പറ്റിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവരുടെ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞു. അതിലൊന്നും നിങ്ങൾ ഈ പറയുന്ന വാർത്താ വിസ്ഫോടനം കണ്ടില്ലല്ലോ. അതും പോരാഞ്ഞിട്ട് ഇവർ കൊണ്ടു നടന്ന ഒരു വാളയാറമ്മയുണ്ട്. നിങ്ങൾക്കറിയാലോ, 2 കുട്ടികളുടെ മരണം. എന്തോരം ക്യാമറ നാടകങ്ങളായിരുന്നു. അത് CBI അന്വേഷണത്തിന് വിട്ടു. ആ CBI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ വാളയാർ അമ്മയും വേണ്ട, അവരെ കാണാനും ഇല്ല. വാളയാർ എന്ന വാക്കിപ്പോൾ UDF-കാരോ ഇതേ മാധ്യമങ്ങളോ ഉച്ചരിക്കാറ് കൂടിയില്ല. കാര്യം റിപ്പോർട്ടിൽ പുറത്തു വന്നപ്പോൾ ആ വാളയാർ അമ്മയുടെ പരപുരുഷ ബന്ധം, അവരുടെ പരപുരുഷ ബന്ധം കണ്ട മകളെ കെട്ടിത്തൂക്കി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. അതോടുകൂടി വാളയാർ കുട്ടികളെ കിട്ടി അത് വെച്ച് വാർത്ത ആഘോഷിച്ചവർക്ക് വച്ച നാവെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയാണ്. അതിനുശേഷം മറ്റൊരു കേസ് നിങ്ങൾ കണ്ടു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ജിഷ്ണു എന്ന വിദ്യാർത്ഥിയെ SFI-ക്കാർ തല്ലിക്കൊന്നു എന്ന പേരിൽ ഇനി ഇവരുടെ വാർത്താ കച്ചവടത്തിൽ ഈ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് SFI-യെ സംബന്ധിച്ച് നാട് നീളെ പ്രചരിപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ CBI വന്നു. ആ വിഷയത്തിൽ അന്വേഷിച്ചു. എന്താണ് പറഞ്ഞത്? ആ വിദ്യാർത്ഥിയുടേത് ആത്മഹത്യയായിരുന്നു. ആ ആത്മഹത്യക്ക് കാരണമായി കണ്ടെത്തിയതും ആ ആത്മഹത്യ ചെയ്ത പയ്യൻ തന്നെ സഹപാഠിയായ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിലുണ്ടായ പ്രശ്നമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കാരണമെന്ന് റിപ്പോർട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാല ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. ആ പേര് പരാമർശിക്കുന്നത് പോലും കേൾക്കാനില്ല. അതുപോലെയാണ് നവീൻ ബാബു കേസ്. CBI വരട്ടെ. അതിൽ PP ദിവ്യ എന്ന ഇടതുപക്ഷത്തിന്റെ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്ത തെറ്റെന്താണെന്ന് ആർക്കും അറിയില്ല. അവരുടെ മുന്നിലേക്ക് ഒരു വ്യവസായിയായിട്ടുള്ള വ്യക്തി വന്നിട്ട് പറയുന്നു, താൻ ഒരു പെട്രോൾ പമ്പിന്റെ NOCക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു, അത് ഇതുവരെ കിട്ടുന്നില്ല, അതൊന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ച് 2 തവണ ചോദിച്ചു, അത് കൊടുത്തില്ല. പിന്നീട് അയാൾ തന്നെ ദിവ്യയോട് പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തപ്പോൾ എനിക്ക് NOC കിട്ടി എന്നുള്ള കാര്യം. ആ കാര്യത്തെക്കുറിച്ച് അയാളുടെ യാത്രയയപ്പ് ചടങ്ങിൽ എന്താണ് സംഭവം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഫയലുകളിൽ ഇത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ 2 വാചകങ്ങൾ പറഞ്ഞു. കാര്യം സ്വാഭാവികമായിട്ട് ഏത് വ്യക്തിക്കും ഉണ്ടാകാവുന്ന വൈകാരിക പ്രശ്നം മാത്രമേ ദിവ്യ അവിടെ കാണിച്ചിട്ടുള്ളൂ. ദിവ്യ എന്ത് ചെയ്തെന്നോ അത് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയെ സംബന്ധിച്ച് 2 ദിവസത്തിനകം വിവരങ്ങൾ പുറത്തു വരും. അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങൾ ഇനി പോകുന്നിടത്ത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ലോകത്തെ മഹാ അപരാധമാണ്. അതാണത്രേ ആത്മഹത്യക്ക് കാരണം. CBI അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട. CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യ തെളിവുകളുണ്ടല്ലോ, ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് അതൊന്നും കടക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. നിങ്ങൾ കരുതിയിരുന്ന പലതും തെറ്റിപ്പോയിട്ടുണ്ടാവാം. കാര്യം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല, വീട്ടുകാർക്കും അക്കാര്യത്തിൽ ഇതുണ്ടാകും, നമ്മൾ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ 1 ലക്ഷം രൂപയിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറയപ്പെടുന്ന അതേ വ്യവസായിയായിട്ടുള്ള വ്യക്തി ആ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ കുടുംബത്തിന് ബോധ്യപ്പെടുന്നില്ല. അത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ബോധ്യപ്പെടൂ എന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കട്ടെ, യാഥാർത്ഥ്യം പുറത്തേക്ക് വരട്ടെ. ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ PP ദിവ്യ എന്നൊരു വ്യക്തി അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മാത്രമാണ് ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇവർക്കെടുത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം. ദിവ്യ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഒരു അഴിമതിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല. നിങ്ങൾക്ക് മറ്റു പല രീതികളിൽ ഈ അഴിമതിയെക്കുറിച്ചൊക്കെ പരാതിപ്പെടാനുള്ള അവസരങ്ങളില്ലേ, എന്തേ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ ചെയ്താൽ ശരിയാകും, ചിലർ ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾക്കൊന്നും പ്രതികരിക്കാൻ പാടില്ല. അത് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചാലും PP ദിവ്യ പ്രതികരിച്ചാലും ഇവരൊന്നും പ്രതികരിക്കാൻ പാടില്ല. പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്ത് നിൽക്കുന്നവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഹീറോയിസമാണ്. ഇത് 2 തരം ഈ നാട്ടിലെ ഒരു നീതിയുടെ പ്രശ്നമാണ്, അതൊരു മാധ്യമ കാഴ്ചയുടെ പ്രശ്നമാണ്. അതൊക്കെ ഇനി CBI വിശദമായി അന്വേഷിക്കട്ടെ. പക്ഷേ ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത്, CBI അല്ല, ഇനി ലോകത്തുള്ള ഏത് ഏജൻസി വന്നാലും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയുടെ ഒന്നും ഒരു രോമത്തിൽ തൊടാൻ പോകുന്നില്ല. ദിവ്യ ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ പല മനുഷ്യരും പല സന്ദർഭങ്ങളിലും മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത വെച്ചിട്ട് എത്രയോ തവണ ആത്മഹത്യ
ആത്മഹത്യ ചെയ്യണം. അതുകൊണ്ട് അവർ അറിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് അവർ ഒരു വേദിയിൽ പറഞ്ഞു. അതിൽ പേര് പറഞ്ഞിട്ടില്ല, സാഹചര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കേട്ടപ്പോൾ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇനി CBI അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.